ശരണം അമ്മേ. ഹേ മായാവിനിയായി വേഷമണിയും ദേവീയനാഥർക്കു നീ രോമാഞ്ചാവൃതി നൽകിടുന്നു കരുണാലീലാവിലാസങ്ങളാൽ. നാമോച്ചാരണയജ്ഞമെന്നുമരുളുന്നുണ്ടേ സുഹർഷങ്ങളും പ്രേമോത്കർഷവുമൊട്ടുമില്ല വിഷമം മായാബ്ധിതൻ കോളിലും. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 35-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങൾ ഇന്നലെ അവലോകനം ചെയ്ത് സമർപ്പിച്ചു. അടുത്തതായിക്കൊണ്ട് 38-ാമധ്യായ 36-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കണു. ബ്രഹ്മതത്വത്തെ ദേവി ഉപദേശിക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ശ്രീദേവ്യൗവാച ഇത്യാദിയോഗയുക്താത്മാ ധ്യായേന്മാം ബ്രഹ്മരൂപിണീം ഭക്ത്യാ നിർവ്യാജയാ രാജന്നാസനേ സമുപസ്ഥിതാ. മേൽ പറഞ്ഞ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ മാതിരിയുള്ള യോഗങ്ങൾ ചെയ്തുകൊണ്ട് പദ്മാസനം തുടങ്ങിയ ഏതെങ്കിലും ഒരു ആസനത്തിൽ സ്ഥിരമായിരുന്ന് ബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള എന്നെ നിർവ്യാജമായിട്ടുള്ള ഭക്തിയോടെ ധ്യാനിക്കണം എന്ന് പറയാണ്. അപ്പോൾ ആ ധ്യാനം വരെയുള്ള അഷ്ടാംഗ യോഗമാർഗങ്ങളെ യമം മുതൽ യമം നിയമാദികളിലൂടെ ധ്യാനം വരെ എത്തുന്ന ഭാഗങ്ങളെയാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത്. നല്ല സുഖാസനത്തിൽ ഇരുന്നു കൊണ്ട് പ്രാണായാമങ്ങളെല്ലാം ചെയ്ത് ആ കുണ്ടലിനി ശക്തിയെ ഉത്തേജിപ്പിക്കുന്ന മാർഗങ്ങളൊക്കെയാണ് അവിടെ മൂലാധാരത്തിൽ നിന്നും അങ്ങനെ മുകളിലേക്ക് കയറ്റി കൊണ്ടുവന്ന് ആ ധ്യാനാദികളിലൂടെ ആത്മാവിനെ പരമാത്മാവായിട്ടുള്ള പരാശക്തിയിൽ ലയിപ്പിക്കാനുള്ള മാർഗങ്ങളെയാണ് അവിടെ പറഞ്ഞു തന്നത്. അങ്ങനെ യോഗമാർഗത്തിലൂടെ നിരന്തരം ബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള പരാശക്തിയായിട്ടുള്ള എന്നെ ഭക്തിയോടെ ധ്യാനിക്കണമെന്നവിടെ പറയണു. ഇനി ആ ബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള ദേവി എപ്രകാരത്തിലുള്ളവളാണ് എന്നുണ്ടെങ്കിൽ ദേവി പറയണു, ബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള ഞാൻ സർവവ്യാപിയാണ്. സർവവ്യാപിനി ആണ് എങ്കിലും ബോധാധിഷ്ഠിതമായിട്ടുള്ള ബുദ്ധിയിലാണ് എൻ്റെ സ്ഥാനം ഇരിക്കുന്നത്. അത് പ്രകാശമാനമാണ്. അത് ഇത്തരത്തിൽ ധ്യാനം ചെയ്യുന്നതായിട്ടുള്ള മുനിമാർക്ക് മാത്രം പ്രാപ്യമാണ് ആ ബ്രഹ്മപദം. അങ്ങനെ മേൽപ്പറഞ്ഞ രീതിയിൽ ആരാണോ ധ്യാനത്തിലൂടെ ചിത്തശുദ്ധി കൈവരിക്കുന്നത് അവർക്ക് ഈ ബ്രഹ്മപദം വളരെ എളുതായി പ്രാപ്യമാണ് എന്ന് പറയാം. ആ ബ്രഹ്മത്തിൽ തന്നെയാണ് ചരാചരാത്മകമായിട്ടുള്ള എല്ലാ ഈ ജഗത്തും ഈ പ്രപഞ്ചം മുഴുവൻ കൽപ്പിതമായിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ രൂപം ബ്രഹ്മമാണ് എന്ന് നിങ്ങളൊക്കെ അറിയുക. മായയും
സത്കാരണമായിട്ടുള്ള മായയും അസത്കാരണമായിട്ടുള്ള ജഗത്തിനെയും അപേക്ഷിച്ച് ഈ ബ്രഹ്മം ശ്രേഷ്ഠവും സാമാന്യ ബുദ്ധിക്ക് വിഷയമല്ലാത്തതും സൂര്യാദി ഗോളങ്ങളെപ്പോലും പ്രകാശിപ്പിക്കുന്നതിന് സാമർഥ്യമുള്ളതും തേജോമയവും അണുവിനേക്കാൾ അണുവും ഭൂമി മുതലായിട്ടുള്ള ലോകങ്ങളുടെയും ഇതിൽ വസിക്കുന്നതായിട്ടുള്ള സകല പ്രാണികളുടെയും സ്ഥാനവുമാണ് എന്നതാ പറയണു. സർവാശ്രയവും നാശരഹിതവും പ്രാണങ്ങള്, ഇന്ദ്രിയങ്ങള്, വാക്ക്, മനസ്സ് മുതലായിട്ടുള്ള ശരീരതത്വവും സമ്പൂർണമായിട്ടുള്ള സത്യവും അമൃതസ്വരൂപവുമായിട്ടുള്ള ആ ബ്രഹ്മത്തെ അറിയണം. എങ്ങനെയാണ് ഈ ബ്രഹ്മത്തെ അറിഞ്ഞ് അതിനെ സാക്ഷാത്കരിക്കുക എന്നുണ്ടെങ്കിൽ അത് ഉപനിഷത്താദി വാക്യങ്ങളിലൊക്കെ അതിനെ പറ്റിയിട്ട് നിർവചിച്ചിട്ടുണ്ട്. അതിനെ ഭേദിക്കാൻ ഉപാസന കൊണ്ട് ജ്ഞാനമാകുന്നതായിട്ടുള്ള വാളിനെ മൂർച്ഛ വരുത്തണം എന്നാണ് പറയണത്. ആ ലക്ഷ്യത്തിൽ മാത്രം മനസ്സിനെ വെച്ചുകൊണ്ട്, ഇപ്പോൾ ഒരു ശരമാണ് എന്നുണ്ടെങ്കിൽ അതിനെ ജ്ഞാനം കൊണ്ട് ആ ശരത്തിനെ മൂർച്ഛപ്പെടുത്തിക്കൊണ്ട് പരമാത്മ സ്വരൂപിയായിട്ടുള്ള എന്നിലേക്ക് ആ ശരത്തിനെ എയ്യണം. ഞാനായിരിക്കണം മനസ്സാകുന്നതായിട്ടുള്ള ആ ശരത്തിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ ചെന്ന് അത് തറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ അമ്പിൻ്റെ അഗ്രം ആത്മജ്ഞാനം കൊണ്ട് മൂർച്ഛപ്പെടുത്തിയിരിക്കണം. ശരം തു ജീവം പരമേവ ലക്ഷ്യം എന്ന് സപ്തമസ്കന്ധത്തിൻ്റെ അവസാനത്തിൽ യുധിഷ്ഠിരനോട് നാരദൻ പറയുന്നുണ്ട്. ശരം തു ജീവം പരമേവ ലക്ഷ്യം. ഈ ജീവാത്മാവ് എന്നുള്ളതൊരു ശരമാണ്. ഇതിൻ്റെ ലക്ഷ്യം പരമാത്മാവായിരിക്കണം. ആ പരമാത്മാവാകുന്ന ലക്ഷ്യത്തിലേക്ക് ജീവാത്മാവാകുന്ന ഈ ശരം തൊടുത്തു വിടണം. അത് ആത്മജ്ഞാനം നേടുമ്പോൾ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ആത്മജ്ഞാനം കൊണ്ട് ജീവമാകുന്ന ഈ ശരത്തിനെ മൂർച്ഛപ്പെടുത്തി അതിനെ പരമാത്മാവിലേക്ക് അയക്കുന്ന സമയത്ത് ജീവാത്മാവ് പരമാത്മാവിൽ ചെന്ന് ലയിക്കാൻ സാധ്യമാവും എന്ന് പറയുക. അതാണ് ഇവിടെയും ദേവി ഉപദേശിക്കുന്നത്.